Delhi police! ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാമായിട്ട് ഇന്ത്യയുടെ തലസ്ഥാനമാകുന്ന ഡൽഹിയിൽ CJP പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയിലുള്ള നമ്മുടെ ഇന്ത്യയിലെ യുവജനങ്ങൾ നടത്തുന്ന ആ ഒരു വലിയ സംഘർഷവും സമരങ്ങളും ഒക്കെ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ പാർക്കുന്ന കാനഡയിലും ഇവിടെയുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ചെറുപ്പക്കാർ പിള്ളേർ ടൊറന്റോ പോലുള്ള വൻ നഗരങ്ങളിൽ വലിയ പ്രക്ഷോഭവുമായിട്ട് ഇന്ത്യക്കെതിരെയും ഇന്ത്യൻ ഗവൺമെന്റിനെതിരെയും ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും മറ്റു രാജ്യങ്ങളിലെല്ലാം നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ പാർക്കുന്ന ഇന്ത്യൻ സ്റ്റുഡൻസ് ആയിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ എവിടെയെല്ലാം ലോകത്തിലുണ്ടോ അവിടെ എല്ലാം ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റത്തക്ക രീതിയിൽ ആ നിലയിലേക്ക് ഈ സമരം സ്പ്രെഡ് ഔട്ട് ചെയ്യുന്നു എന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഉൾപ്പെടെ അനേകം ആളുകൾ സോഷ്യൽ മീഡിയയിൽ കൂടെയും വർത്തമാന മാധ്യമങ്ങളിൽ കൂടെ ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥമായ പൊളിറ്റിക്കൽ വശങ്ങളൊന്നും നമുക്കറിയത്തില്ലെങ്കിലും ഒരു കാര്യം മാത്രം അറിയാം, നീറ്റ് പരീക്ഷയുമായുള്ള ബന്ധത്തിൽ പലതവണ ആവർത്തിച്ചു വന്നതായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ, പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇന്ത്യയിലുടനീളം പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അവർ പ്രധാനമായിട്ട് പറയുന്നത് ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അദ്ദേഹം രാജിവെക്കണം, അതുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾക്കെല്ലാം ശിക്ഷ കിട്ടണം, ഒരു പുതിയ മാറ്റങ്ങൾ ഉണ്ടാകണം. ഇതൊക്കെയാണ് അവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ. ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അവിടുത്തെ ഡൽഹി പോലീസ് അവിടെ സമരം ചെയ്തതായിട്ടുള്ള കുട്ടികളെ തല്ലിച്ചതയ്ക്കുന്നതും അതോടൊപ്പം തന്നെ തിരിച്ചു കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാക്കുതർക്കങ്ങളും അടിയും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പോലീസ് അവരുടേതായ രീതിയിൽ അതായത് രാജ്യ തലസ്ഥാനമായതുകൊണ്ട് അവിടെ അവർക്ക് കൺട്രോൾ ചെയ്തേ പറ്റത്തുള്ളൂ. ഇതിന്റെ കൂട്ടത്തിൽ നെയിം ബോർഡ് ഇല്ലാത്തതായിട്ടുള്ള ഒരുപാട് പോലീസുകാരെയും നമ്മൾ ശ്രദ്ധയിൽ കണ്ടു. ലാത്തിക്കകത്ത് ആണി വെച്ചുകൊണ്ട് പല കുട്ടികളെയും തല്ലിച്ചതയ്ക്കുന്നതായിട്ടുള്ള രംഗങ്ങൾ നമ്മൾ കണ്ടു. പോലീസുകാരെ ലാത്തിയുമായിട്ട് അടിക്കുമ്പോൾ അവർ ജീവനം കൊണ്ട് ഓടുമ്പോൾ വേറെ പോലീസുകാർ അവരെ കാല് വെച്ച് വീഴിച്ച് രസിക്കുന്നതായിട്ടുള്ള വീഡിയോസുകളും നമ്മൾ കാണാനിടയായി. അതിൻ്റെ ഇടയ്ക്ക് ഈ കഴിഞ്ഞ ദിവസം തന്നെ സുപ്രീം കോടതിയുടെ ജഡ്ജിയുടെ മുന്നിൽ ഈ കേസ് എടുക്കണമെന്ന് പല അഭിഭാഷകരും മുന്നോട്ട് അവർ വന്നെങ്കിലും സുപ്രീം കോടതിയുടെ ജഡ്ജിയുടെ വാക്കുകൾ ഇതൊന്നും നോക്കാനൊന്നും ഞങ്ങൾക്കിപ്പോൾ സമയമില്ല എന്നും പറഞ്ഞ് അതിനെ തട്ടിമാറ്റുന്നതായിട്ടുള്ള വാർത്തകളും വീഡിയോകളും നമ്മൾ കാണാനിടയായി. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് ഈ കഴിഞ്ഞ ദിവസം രാത്രിയിൽ നിരാഹാര സമരമൊക്കെ അവസാനിപ്പിക്കുകയും ചർച്ചയുമായിട്ട് മുന്നോട്ട് പോകണമെന്നുള്ള BJP സർക്കാരിൻ്റെതായിട്ടുള്ള മിനിസ്റ്റേഴ്സും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഇതുവരെയും എഡ്യൂക്കേഷൻ മിനിസ്റ്ററിന്റെ രാജിയെക്കുറിച്ച് അവർ യാതൊരു കൺഫർമേഷൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ തന്നെ CJP പാർട്ടി പറയുന്നത് രാജിക്ക് അപ്പുറത്തേക്ക് ഞങ്ങൾക്ക് ഒന്നും തന്നെ പറയാനില്ല, ഇല്ലെങ്കിൽ സമരവുമായിട്ട് മുന്നോട്ട് പോകുമെന്നതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കറിയാം സിനിമാ നടന്മാരും സെലിബ്രിറ്റികളും അടങ്ങുന്ന വലിയൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളും അതോടൊപ്പം തന്നെ ഇന്ത്യയിലുള്ള അനേക മാതാപിതാക്കളും ഒക്കെ അവർക്ക് സപ്പോർട്ടായിട്ട് ഡൽഹിയിലേക്ക് ആളുകൾ ഒഴുകിയെത്തുകയാണ് എന്നുള്ള ആ ഒരു വാർത്ത നമ്മൾ കാണാനിടയായി. ഇതിൻ്റെ ഇടയ്ക്ക് അനേകം ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ശരിക്കും ഇന്ത്യക്ക് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഫ്രീഡം കിട്ടിയോ? നമ്മുടെ ഈ യുവതലമുറകൾ അവരുടെ നീതിക്ക് വേണ്ടി സമരം ചെയ്യുമ്പോൾ അവരോട് ഇടപെടേണ്ട രീതികൾ ഇങ്ങനെയൊക്കെയാണോ? ഇങ്ങനെ അവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ ഉൾപ്പെടെ വർത്തമാന മാധ്യമങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. എന്തായിരുന്നാലും ഇത് കാണുന്ന ഓരോ ഇന്ത്യക്കാരനും നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിലെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ വന്ന് പഠിക്കാനായിട്ട് വന്നിരിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിൽ ഒരു നല്ല ബെറ്റർ എഡ്യൂക്കേഷൻ, ഒരു നല്ലൊരു ജോലി സാധ്യത അവർക്കില്ലാത്തത് കൊണ്ടാണല്ലോ. അപ്പോൾ തന്നെ നമ്മൾ കേട്ടു ഈ പറയുന്ന മന്ത്രിമാരുടെ ഒക്കെ മക്കള് അവർക്ക് ഇന്ത്യയിൽ ഇങ്ങനൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അവരുടെ മക്കളും എല്ലാം അമേരിക്കയിലും യൂറോപ്പ് രാജ്യങ്ങളിലെല്ലാം ആണ് അവർ പോയി ഇവിടുത്തെ വലിയ വലിയ യൂണിവേഴ്സിറ്റി പോയി പഠിക്കുകയും അവിടെയൊക്കെയാണ് അവരൊക്കെ ജോലി ചെയ്യുന്നത്. അപ്പം അവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ബോധമല്ല. അപ്പം തീർച്ചയായിട്ടും ഇന്ത്യയിലായിരിക്കുന്ന നമ്മുടെ കുട്ടികൾ, അവരുടെ മാതാപിതാക്കൾക്ക് തീർച്ചയായിട്ടും ഇതിലൊരു വലിയ കൺസേൺ ആണ് എന്നതിൽ യാതൊരു സംശയമില്ല.
എന്തായാലും ഇത് ലോകരാജ്യങ്ങളുടെ മുന്നിൽ നമ്മുടെ ഇന്ത്യ ഒരു നാണംകെട്ട അവസ്ഥയിലേക്ക്, നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് നമ്മുടെ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യുന്ന രീതികൾ ഇങ്ങനെയാണ് എന്നുള്ള ആ ഒരു തരത്തിലേക്ക് പോയി മൊത്തം ഇന്ത്യക്കാർക്ക് ഒരു നാണംകേടിലേക്ക് പോകാതിരിക്കട്ടെ. എത്രയും വേഗം ഇന്ത്യ ഗവൺമെന്റ് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു അപ്ഡേറ്റ് വീണ്ടും കാണാം. നെയിം സൈനോട് റെക്സി ജോയ്. ബൈ.